ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ മെലാസ്മയെ കുറിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ കഴുത്തിന് താഴെ കറുപ്പ്, നെറ്റിയിൽ കറുപ്പ്, കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറുപ്പ്, കണ്ണിൻ്റെ ഈ കറുപ്പല്ല, അല്ലാതെ ഇവിടെയൊക്കെ കവിളിൻ്റെ അവിടെയുള്ള പാടുകൾ, അങ്ങനെ ഒത്തിരി സംശയങ്ങളാണ് വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിനുള്ള ക്രീമാണോ എൻ്റെ അടുത്ത് എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നുമല്ല, ഞാൻ ആദ്യം തന്നെ മെലാസ്മയെക്കുറിച്ച് എന്തുകൊണ്ട് വരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം, എന്തിന് കാണണം എന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മെലാസ്മയെക്കുറിച്ചിട്ടാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുന്നത്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് ഒത്തിരി കറുത്ത പാടുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, നിങ്ങൾ എന്തൊക്കെ ക്രീമുകൾ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നുപോയാലോ പറഞ്ഞിട്ട്. ആദ്യം തന്നെ മുഖത്ത് ചെറിയൊരു കറുത്ത പാട് വന്നാൽ നമ്മൾ പലപ്പോഴും വെയിലേറ്റതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഇട്ടാൽ മാറും എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ കവിളിലും നെറ്റിയിലും മൂക്കിന് ചുറ്റും ഒരേപോലെ പടർന്നു വരുന്ന ഈ കറുത്ത നിറം മെലാസ്മയാണെങ്കിൽ വെറുതെ ക്രീം മാറ്റി മാറ്റി ഉപയോഗിച്ചതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. അതിലും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മെലാസ്മ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. ചില തെറ്റുകൾ തന്നെ പിഗ്മെൻറ്റേഷനിൽ കൂടുതലായി കാണപ്പെടാൻ കാരണമാകും. മനസ്സിലായില്ല? നമ്മളുടെ തെറ്റുകൾ കൊണ്ട് നമ്മൾ പല ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പിഗ്മെൻറ്റേഷന് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണപ്പെടും. അതുപോലെ അപ്പോൾ എന്താണ് മെലാസ്മ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനമായി ഇത് പൂർണ്ണമായി മാറുമോ എന്നാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി നമുക്ക് നോക്കാം കേട്ടോ, പറഞ്ഞു തരാം. ആദ്യം മെലാസ്മ എന്താണ്? മുഖത്ത് പ്രത്യേകിച്ച് കവിളുകൾ, നെറ്റി, മൂക്കിന് ചുറ്റും, മേൽചുണ്ടിന് മുകളിലൊക്കെ തവിട്ട് നിറത്തിൽ, ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള പാടുകൾ ഉണ്ടാകുന്ന ഒരു പിഗ്മെൻറ്റേഷൻ കണ്ടീഷനാണ് മെലാസ്മ. മനസ്സിലായില്ലേ? എന്നോട് ഫോട്ടോ ഒക്കെ ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മെലാസ്മ. പലപ്പോഴും ഇത് മുഖത്തിൻ്റെ രണ്ട് വശത്തും ഏതാണ്ട് ഒരുപോലെ കാണപ്പെടും, അതുപോലെ കഴുത്തിലുമൊക്കെ കാണപ്പെടും കേട്ടോ. സാധാരണയായിട്ട് മെലാസ്മ കവിളിൻ്റെ രണ്ട് വശത്തും ഒരുപോലെ ഒരു തവിട്ട് നിറം പോലെയൊക്കെ കാണപ്പെടും. മെലാസ്മ ഉണ്ടാകുമ്പോൾ സാധാരണയായി ചൊറിച്ചിലോ വേദനയോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ മുഖത്തിൻ്റെ അപ്പിയറൻസ് മാറുന്നതിനാൽ, അതിൻ്റെ ആ ഒരു കണ്ടീഷനൊക്കെ മാറുന്നതിനാൽ പലർക്കും ഇത് ഒരു വലിയ കോസ്മെറ്റിക് കൺസേൺ ആകാറുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് മെലാസ്മ വരുന്നത്? മെലാസ്മയ്ക്ക് ഒരൊറ്റ കാരണം മാത്രമല്ല, സൺ എക്സ്പോർ ആണ് പ്രധാന ട്രിഗറുകളിൽ ഒന്ന് കേട്ടോ. ഈ മെലാസ്മ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു. മെലാസ്മയ്ക്ക് ഒരൊറ്റ കാരണം മാത്രമൊന്നുമല്ല കേട്ടോ. സൺ എക്സ്പോർ ആണ് പ്രധാന ട്രിഗറുകളിൽ ഒന്ന് കേട്ടോ. അതുപോലെ സൂര്യപ്രകാശം സ്കിന്നിൽ മെലാനിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ, ഈ സൂര്യപ്രകാശത്തിന് നമ്മുടെ സ്കിന്നിലൊക്കെ മെലാനിൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോൾ പിഗ്മെൻറ്റേഷൻ കൂടുതൽ പ്രോമിറ്റ് ചെയ്യാൻ, ഇങ്ങനെ വെളിയിലോട്ട് വരാം, പ്രോമിനൻ്റ് ആകാം. അതുകൊണ്ടാണ് മെലാസ്മ ഉള്ളവർക്ക് സൺലൈറ്റ് പ്രൊട്ടക്ഷൻ വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഹോർമോണൽ ചേഞ്ചസിനും പങ്കുണ്ടാകാം. ഉദാഹരണത്തിന് പ്രഗ്നൻസി സമയത്തെ ഹോർമോണൽ ചേഞ്ചസ് ചിലരിൽ മെലാസ്മ ട്രിഗർ ചെയ്യുന്നതായി അവരുടെ ഡെർമറ്റോളജി സോഴ്സസ് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലത്ത് പോയതുകൊണ്ട് മാത്രം വന്നത് എന്ന് എല്ലാ മെലാസ്മയും കുറിച്ച് പറയാൻ കഴിയില്ല കേട്ടോ. വെയിലത്ത് മാത്രം നമ്മൾ പോയതുകൊണ്ട് മാത്രം ഇത് മെലാസ്മ വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്ത് ചെയ്യണം? മെലാസ്മ ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സൺ പ്രൊട്ടക്ഷനാണ് കേട്ടോ. അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. ഡെർമറ്റോളജിസ്റ്റ് സാധാരണയായി SPF 30 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സൺസ്ക്രീൻ ശുപാർശ ചെയ്യുന്നു. പിന്നെ വെയിൽ കൂടുതലുള്ള സമയത്ത് ഷെയ്ഡ് ഉപയോഗിക്കുക, അതുപോലെ ഹാറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, സ്കാർഫ് പോലത്തെ ഉപയോഗിക്കുക, മറ്റ് സൺ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഉപയോഗിക്കുക എന്നിവയും ഇതിന് സഹായിക്കും. പിന്നെ ഒരു ലൈറ്റനിങ് അങ്ങനെയൊക്കെ നമുക്ക് അതിനെ തടയാം. പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. വിസിബിൾ ലൈറ്റിനും മെലാസ്മ വേർഷൻ ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഡാർക്ക് സ്കിന്ന് ടോൺസ് ഉള്ളവരിൽ, സ്കിൻ ടോൺ ഡാർക്കായിട്ടുള്ളവരിൽ, നമ്മുടെ നിറം കുറഞ്ഞ പോലെ ഉള്ളവരിൽ, അതുകൊണ്ട് അയൺ ഓക്സൈഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. വിസിബിൾ ലൈറ്റിനും മെലാസ്മ വേർഷൻ ചെയ്യാൻ കഴിയും. പിന്നെ പ്രത്യേകിച്ച് ഇളം നിറത്തിലുള്ള സ്കിൻ ടോൺ ഉള്ളവരിൽ അതുകൊണ്ടും ചിലപ്പോൾ അയൺ ഓക്സൈഡ് അടങ്ങിയ
എന്താണ് ടിൻറ്റഡ് സൺസ്ക്രീൻ ചില ആളുകൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയേക്കാം കേട്ടോ, കൂടുതൽ ഗുണകരമായേക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ്, മെലാസ്മ കണ്ടാൽ ഉടനെ പലതരം സ്ട്രോങ് ക്രീംസ്, സ്ക്രബ്, ഹോം റെമഡീസ് എന്നിവ പരീക്ഷിക്കുന്നത് നല്ല ഐഡിയ അല്ല കേട്ടോ. അതുപോലെ തന്നെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചാൽ പിഗ്മെൻറ്റേഷൻ കൂടുതൽ ഡാർക്കായി തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെൻ്റ്ലി ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഫ്രീ സ്കിൻ കെയർ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ബേണിംഗ് അല്ലെങ്കിൽ സ്റ്റെന്നിങ് ഉണ്ടാവുന്നെങ്കിൽ ശ്രദ്ധിക്കണം. പോച്ചിലോ ഇങ്ങനെ എരിച്ചിലോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ മാറ്റാം എന്ന് പറയുന്ന ശക്തമായ ട്രീറ്റ്മെൻറ്റ് ക്രീംസ് സ്വന്തം ഇഷ്ടപ്രകാരം തുടർച്ചയായി ഉപയോഗിക്കുന്നതിന് പകരം ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് തേടുന്നത് സുരക്ഷിതമായിരിക്കും. ഇത് ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത് ഒരുപാട് മെലാസ്മയെക്കുറിച്ച് പലതരത്തിൽ ചോദിച്ചതുകൊണ്ടാണ് എല്ലാത്തിനും കൂടി ഒരു വീഡിയോ ആക്കിയത് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, മെലാസ്മ പൂർണ്ണമായി മാറുമോ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം കേട്ടോ. മെലാസ്മ പലപ്പോഴും മാനേജ് ചെയ്യാൻ കഴിയുന്ന കണ്ടീഷനാണ്, പക്ഷെ ചിലരിൽ വീണ്ടും വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രം നോക്കാതെ സൺ പ്രൊട്ടക്ഷൻ തുടർച്ചയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതും വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ പ്രിസ്ക്രിപ്ഷൻ ക്രീംസ്, മറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, പ്രൊഡ്യൂസേഴ്സ് എന്നിവ ചിലർക്ക് ഡെർമറ്റോളജിസ്റ്റ് നിർദ്ദേശിക്കാം. പക്ഷേ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് മുഖത്തെ പിഗ്മെൻറ്റേഷൻ മെലാസ്മ തന്നെയാണോ എന്ന് ഉറപ്പില്ലെങ്കിൽ, പ്രത്യേകിച്ച് അത് മാറാതെ തുടരുകയോ കൂടി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ അപ്പോൾ മെലാസ്മ ഉള്ളവർക്ക് ഓർക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് മെലാസ്മ ഉള്ളവർ ഓർക്കേണ്ട 3 കാര്യങ്ങൾ. ചിലവർക്ക് മെലാസ്മ എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് അറിയാമല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന് സൺ പ്രൊട്ടക്ഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. രണ്ടാമത്തത് സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കരുത്. മൂന്നാമത്തെ പിഗ്മെൻറ്റേഷൻ തുടർന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം പല ക്രീമും പരീക്ഷിക്കുന്നതിന് പകരം ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് തേടുക. പിന്നെ മെലാസ്മ ഒരു ദിവസം കൊണ്ട് മാറുന്ന പിഗ്മെൻറ്റേഷൻ അല്ല, കൺസിസ്റ്റൻസി ആയിട്ട് ആണ് നമ്മൾ റെഗുലറായിട്ട് വേണം ഇവിടെ അത് തുടരാനായിട്ട്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക പറയില്ലേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മെലാസ്മയെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നു. ഒത്തിരി പേര് പലതരത്തിൽ ചോദിച്ചപ്പോഴാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മെലാസ്മയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, ഇതിന് എൻ്റെ അടുത്തുള്ളതാണ്, മെലാസ്മയ്ക്ക് ഒരുപാട് പേര് വാങ്ങിക്കുന്നതാണ് ഈ എൻ്റെ മൈൽഡായിട്ടുള്ള ആ ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കാം, ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ കൊടുക്കാം. അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കൂ, ക്രീം വാങ്ങിച്ച് നോക്കൂ. മൈൽഡായിട്ടുള്ള ഈ പറഞ്ഞ ക്രീം ഞാൻ പറഞ്ഞില്ലേ, ഫ്രാഗ്രൻസ് ഇല്ലാത്ത മൈൽഡായിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, വാങ്ങിക്കുക. ഇത് ഇട്ട് നോക്കൂ, ചിലപ്പോൾ മാറിയെന്ന് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ഈ മെലാസ്മയുള്ളവരും അവിടെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരും ഒക്കെ എൻ്റെ ഫേസ് പാക്ക്, എൻ്റെ പ്രൊഡക്റ്റ്, അലോവേറ സോപ്പ് എല്ലാം വാങ്ങി നോക്കുക. മിനിമം റേറ്റേ ഉള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഇതിൽ പലർക്കും മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ ഇതുപോലെ സ്കിൻ കെയർ സംബന്ധമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ പറഞ്ഞാൽ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് നിങ്ങൾ ഇടുക, തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരോ കമൻറ്റുകൾ ഇടുക. ഇനിയും എൻ്റെ പ്രൊഡക്ട്സ് വാങ്ങാത്തവരും വാങ്ങിയവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഇടുക. തീർച്ചയായിട്ടും കമൻറ്റ് വരാറേ ഇല്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.